बेटा बादल को देखकर खड़े को नहीं टुलाना चाहिए. അപ്പോ ദുക്കാൻദാർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ധുലാനാ ചാഹിയേ. മഴക്കോള് കണ്ട് കുടം കമിഴ്ത്തരുത് എന്നാണ് നമ്മുടെ കടക്കാരൻ രണ്ട് കുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ കുട്ടികൾ ആരൊക്കെയായിരുന്നു? സാഹിലും ബേലയും. അപ്പൊ ഈ കഥ ഏതായിരുന്നു? ബീർ ബഹൂട്ടി. റൈറ്റർ ആരാണ്? പ്രഭാത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ബീർ ബഹൂട്ടി പ്രഭാത് എഴുതിയിട്ടുള്ള കഹാനിയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് കഥയുടെ സമ്മറി അല്ലേ. ഇതറിയാത്ത പല കുട്ടികളും ഉണ്ടാവും. പക്ഷെ ഒട്ടും പേടിക്കണ്ട, നമുക്ക് ഈ കഥയുടെ സമ്മറി പഠിച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും. മിത്രതയെ കുറിച്ച് 2 മാർക്കിന് ചോദ്യം വരികയാണ്, നമുക്ക് അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. റൈറ്ററിന്റെ പേര് ചോദിച്ച 1 മാർക്കിന് ചോദ്യം വരികയാണ്, നമുക്ക് അത് എഴുതാൻ പറ്റും. ക്യാരക്ടേഴ്സ് ആരൊക്കെ, വിശേഷ ശബ്ദം എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. നോക്കാം. ഹിന്ദി കെ മഹാൻ കവി ഓർ കഹാനിക്കാർ പ്രഭാത് കി കഹാനി. ഹിന്ദിയിലെ മഹാനായ കവിയും അതുപോലെ കഥാകാരനുമായിട്ടുള്ള പ്രഭാത് എഴുതിയിട്ടുള്ള കഥയാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. 5वीं कक्षा के 2 छात्र साहिल और बेला के बीच होने वाली सच्ची मित्रता की कहानी है. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സാഹിലും ബേലയും അല്ലേ. സാഹിൽ ആൺകുട്ടിയാണ്, ബേല പെൺകുട്ടിയാണ് കേട്ടോ. അപ്പം സാഹിലിന്റെയും ബേലയുടെയും ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു സച്ചി മിത്രത, ഭയങ്കര റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറിയാണ് നമ്മുടെ ബീർ ബഹൂട്ടി എന്ന കഥയിൽ നമുക്ക് പഠിക്കാനുള്ളത്. एक साथ स्कूल जाते हैं, एक साथ पढ़ते हैं, एक साथ खेलते हैं. ഇത് നമുക്ക് എവിടെ എഴുതാം? 2 മാർക്കിന് ബീർ ബഹൂട്ടി എന്ന പാഠത്തിൽ നിന്ന് സാഹിലിന്റെയും ബേലയുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചോദിക്കും. നമുക്ക് ഇത് എഴുതിക്കൂടെ? അപ്പൊ എഴുതി കൊടുക്കാം. എന്ത്? സാഹിൽ और बेला एक साथ स्कूल जाते हैं, एक साथ पढ़ते हैं, एक साथ खेलते हैं. ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്, ഒരുമിച്ചാണ് പഠിക്കുന്നത്, ഒരുമിച്ചാണ് കളിക്കുന്നത്. അതുപോലെ एक साथ ബീർ ബഹൂട്ടി ഘോജ്തേ ഹൈ. ഒരുമിച്ചാണ് ബീർ ബഹൂട്ടിയെ ഘോജ്ന എന്താണ്? തിരയുക. ഒരുമിച്ചാണ് ബീർ ബഹൂട്ടിയെ തിരയുന്നതും. നോക്കൂ. ദുക്കാൻ മേ ഭി ഏക് സാത്ത് ജാത്തേ ഹൈ. കടയിൽ പോലും അവര് ഒരുമിച്ചാണ് പോകുന്നത് അല്ലെ. അതെന്തിനായിരുന്നു പോയത്? അതെ, സാഹിലിന്റെ പെന്നിലെ മഷി തീർന്നു, അത് നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ പോകുന്നത്. ആ സമയത്ത് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പട്കഥ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അത് നമുക്ക് സസ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഗണിത കെ അധ്യാപക് സുരേന്ദ്ര ജി ബേല സെ ബുരാ വ്യവഹാർ കർത്തേ സമയ ദോനോ ദുഃഖി ഹോത്തേ ഹൈ. അപ്പൊ ഗണിതത്തിന്റെ മാട്സാബായിട്ടുള്ള ആരായിരുന്നു? ആ സുരേന്ദ്ര മാട്സാബ് അല്ലെ. അപ്പൊ അദ്ദേഹം ബേലയോട് എന്ത് ചെയ്യുന്നുണ്ട്? ബേലയെ പഞ്ചാ ഫസായ, അതായത് മുടിക്ക് കുത്തിപ്പിടിച്ചിങ്ങനെ തള്ളിയിടുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കണ്ടിട്ട് 2 പേർക്കും, അത് അനുഭവിച്ച ബേലയ്ക്കും അത് കണ്ട സാഹിലിനും വളരെയധികം വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഈ കഥയിലുണ്ട്. एक ही समय पर बेला के सिर पर और साहिल की पिंडली पर चोट होती है. ഒരേ സമയം എന്താണ്? ബേലയുടെ തലയിലും അതുപോലെ സാഹിലിന്റെ പിണ്ടലി എന്താണ്? ആ ഒരു മുട്ടിന്റെ താഴെയുള്ള ഒരു ഭാഗത്തും എന്ത് പറ്റുന്നുണ്ട്? ചോട്ട് ഹോത്തി ഹെ. ചോട്ട് എന്താണ്? മുറിവ് പറ്റുന്നുണ്ട്. ഛട്ടി കക്ഷാ മേം ആനെ പർ ദോനോ അലഗ് അലഗ് സ്കൂൾ ജാത്തേ ഹെ. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അവസാനം എന്താണ്? 6ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ 2 പേരും വേറെ വേറെ ക്ലാസ്സിലേക്ക് പോവാണ്. സാഹിൽ കോ പിതാ അജ്മേർ കെ സ്കൂൾ കെ ഹോസ്റ്റൽ മേ രഖർ പഠാനെ കാ നിശ്ചയ കർത്താ ഹെ. അപ്പൊ സാഹിലിന്റെ അച്ഛൻ എവിടെയാണ്? അജ്മീറിലേക്ക് അയക്കുകയാണല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബേലയെയോ? ബേലാക്കോ പിതാ രാജകീയ കന്യാ പാഠശാല മേ ഭേജ്നെ കാ നിശ്ചയ കർത്താ ഹെ. ബേലയെ രാജകീയ കന്യാ പാഠശാല, അതായത് എന്താണ്? ഗേൾസ് സ്കൂളിലേക്കാണ് അയക്കുന്നത്. ദോനോ ബഡേ ദുഃഖ് മേ ഹെ. 2 പേരും വളരെയധികം ദുഃഖത്തിലാണ്. അങ്ങനെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ കഥയിലെ ഓരോ സന്ദർഭങ്ങളും പോയിന്റ് ആക്കി നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ ഈ കഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, 4 മാർക്കിന്റെ ചോദ്യമാണ് എന്ത്? പട്കഥ എന്നുള്ളത്. ഓക്കെ. അപ്പൊ പട്കഥയുടെ ഫോർമാറ്റ് ആണ് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് തരും? ആ ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. അതിന്റെ ബേസിലാണ് നിങ്ങൾ സ്ഥലം, സമയം, ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പട്കഥയുടെ ഫോർമാറ്റ്. അപ്പൊ ആദ്യം പട്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. എന്താണ് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവണം. ഓക്കെ. അപ്പൊ പെൻമേം സ്യാഹി ബർവാനെ ദുക്കാൻ മേം. പെന്നിനെ മഷി നിറയ്ക്കാൻ വേണ്ടി കടയിൽ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം.
പട്കഥ എഴുതുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? ദൃശ്യ അല്ലെ, ദൃശ്യ നമ്പർ വേണം. അപ്പൊ ദൃശ്യ ഏക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണ്? സ്ഥാന, സമയ, പാത്ര, ദൃശ്യിക, വിവരൺ, സംവാദ്. അല്ലെ 5 പോയിന്റ്സ് നമ്മൾ ഉറപ്പായിട്ടും പട്കഥ എഴുതുമ്പോൾ കീപ്പ് ചെയ്യണം. എന്തൊക്കെയാണത്? സ്ഥാന, സമയ, പാത്ര, ദൃശ്യിക, വിവരൺ, സംവാദ്. ഇതിലൊക്കെ എന്തൊക്കെയാണ് എഴുതേണ്ടത് നോക്കൂ. സ്ഥാനം എവിടെയാണ് ഇത് നടക്കുന്നത് അത് എഴുതി കൊടുക്കുക. ഗാവ് കി സ്റ്റേഷനറി കി ദുകാൻ അല്ലെ. സമയ സുബഹ 10 ബജെ. പാത്ര ബേല സാഹിൽ ദുകാൻദാർ അല്ലെ. അപ്പൊ നോക്കാം, നമുക്ക് പാത്ര എഴുതുന്ന സമയത്ത് തന്നെ അവരുടെ വയസ്സും അതുപോലെ അവരുടെ വേഷഭൂഷയും ഒക്കെ നമുക്ക് അവിടെ തന്നെ മെൻഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ദൃശ്യിക വിവരൺ, ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അതൊന്ന് ചുരുക്കി എഴുതി കൊടുക്കേണ്ട ആ ഒരു ആവശ്യകത വരുന്നത്. നോക്കാം നമുക്ക്. എന്താണ് ദൃശ്യിക വിവരൺ? ബേല ഓർ സാഹിൽ पेन में स्याही भरवाने के लिए दुकान के पास गए हैं. ബേലയും സാഹിലും കൂടെ പെന്നിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോവാണ് അല്ലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനുശേഷമാണ് സംവാദ് വരുന്നത്. അപ്പോൾ ദുക്കാൻദാർ, ബേല, സാഹിൽ ഇവരൊക്കെ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത് എന്നൊന്ന് നമുക്ക് കണ്ടുവരാം. अरे बच्चे क्या चाहिए? अंकल एक पेन स्याही भर दो. बेटा स्याही की बोतल अभी अभी खाली गई है, अब तो कल ही मिल पाएगी. बाप रे, अब मैं क्या करूं? इसने पेन में बची हुई स्याही को जमीन पर छिटक दिया. बेटा बादल को देखकर खड़े को नहीं टुलाना चाहिए. आज मैं कैसे स्कूल जाऊं? बेटा स्याही कल मिलेगी. कौन सी कक्षा में पढ़ते हो तुम? 5वीं में. दोनों? हाँ, हम दोनों एक ही सेक्शन में पढ़ते हैं. स्कूल का समय हो गया अंकल, हम चलते हैं. तो कल आओ बेटे, तब स्याही जरूर मिलेगी. ठीक है अंकल. साहिल, अब हम क्या करेंगे? चलो किसी से उधार लेंगे. അപ്പൊ ഈ ക്ലിപ്പിൽ നമ്മൾ കണ്ടത് കടയിൽ പോയിട്ട് സാഹിലും ബേലയും ദുക്കാൻദാറും കൂടെ കടക്കാരനും കൂടെ സംസാരിക്കുന്നതാണല്ലേ. നമുക്ക് നോക്കാം അവർ എന്തൊക്കെയാണ് പറഞ്ഞത്. അരേ ബച്ചേ ക്യാ ചാഹിയേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് കടക്കാരൻ ചോദിക്കുന്നു. ബേല, അങ്കിൾ ഏക് പെൻ സ്യാഹി ഭർ ദോ, ഈ പെന്നിലൊന്ന് മഷി നിറച്ച് തരൂ എന്ന് ചോദിക്കുന്നു. ദുക്കാൻദാർ, ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി, അതായത് പെന്നിന്റെ ആ ഒരു ബോട്ടിൽ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി, നിനക്ക് നാളെ കിട്ടുള്ളൂ എന്ന് പറയാണല്ലേ. അപ്പൊ സാഹിൽ പറയുന്നുണ്ട് ബാപ് രേ അബ് മേ ക്യാ കരൂ, ഞാൻ എന്താണ് ചെയ്യുക. അപ്പൊ ബേല പറയുന്നുണ്ട് ഇസ്നെ പെൻ മേ ബച്ചി ഹുയി സ്യാഹി കോ ജമീൻ പർ ചിടക് ദിയ, ഇവൻ എന്ത് ചെയ്തു, ഈ പെന്നിൽ ഉണ്ടായിരുന്ന ആ മഷി കൂടെ നിലത്ത് കൊട്ടിക്കളഞ്ഞു അല്ലേ. അപ്പൊ ദുക്കാൻദാർ പറഞ്ഞ ഡയലോഗാണ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബേട്ടാ ബാദൽ കോ ദേഖ്കർ ഗഡേ കോ നഹി ഠുലാനാ ചാഹിയേ, മഴക്കോള് കണ്ട് കുടം കമിഴ്ത്തരുത് അല്ലേ. അപ്പൊ സാഹിൽ പറയുന്നുണ്ട് ആജ് മേ കേസേ സ്കൂൾ ജാവൂ, ഞാൻ എങ്ങനെ സ്കൂളിൽ പോവും. അപ്പൊ സാഹിൽ പറയാണ്. അപ്പൊ ദുക്കാൻദാർ പറയുന്നുണ്ട് കോൺസി കക്ഷാമേ പഠിത്തേ ഹോ തും, നിങ്ങൾ രണ്ടുപേരും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ സാഹിൽ ബുരേ മൻസേ, അതായത് വളരെ വിഷമിച്ചിട്ടാണ് ആളുള്ളത്, കാരണം മഷി കിട്ടിയിട്ടില്ല. 5വീമേ. ദുക്കാൻദാർ ദോനോ, നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ബേല പറയുന്നുണ്ട് ഹാ ഹം ദോനോ ഏക് ഹി സെക്ഷൻ മേ പഠിത്തേ ഹേ, സ്കൂൾ കാ സമയ ഹോ ഗയാ അങ്കിൾ ഹം ചലത്തെ ഹേ, സ്കൂളിലെ സമയമായി അങ്കിളെ ഞങ്ങൾ പോട്ടെ എന്ന് പറയാണ് ബേല. അപ്പൊ ദുക്കാൻദാർ പറയാ തോ കൽ ആവോ ബേട്ടെ തബ് സ്യാഹി ജറൂർ മിലേഗി, നാളെ വാ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു മഷി നിങ്ങൾക്ക് കിട്ടും. ബേല ടീക് ഹേ അങ്കിൾ. സാഹിൽ അബ് ഹം ക്യാ കരേംഗേ, ഇനി നമ്മൾ എന്ത് ചെയ്യും, കാരണം പെന്നിൽ മഷി കിട്ടിയിട്ടില്ല. അപ്പൊ സാഹിൽ പറയുന്നുണ്ട് ചലോ കിസി സേ ഉധാർ ലേങ്കെ, ആരോടെങ്കിലും കടം ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഓക്കെ, നമ്മളെ പട്കഥ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മോഡലിലാണ് നമ്മൾ പട്കഥ എഴുതേണ്ടത്. എങ്ങനെയാണ്? ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ ആലോചിക്കണം. ദൃശ്യേക്ക് എഴുതണം, സ്ഥാന, സമയ, പാത്ര, ദൃശ്യിക, വിവരൺ, സംവാദ്, ഈ പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? ബേല കി ഡയറി അല്ലെ. ബീർ ബഹുട്ടി എന്ന പാഠത്തിൽ നിന്ന് 2 സിറ്റുവേഷൻസ് ആണ് എന്ത് ഡയറി വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന് എന്താണ്, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ബേലയ്ക്ക് ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ള ആ അനുഭവം വെച്ചിട്ട് അന്നത്തെ ദിവസത്തെ ബേലയുടെ ഡയറി. ഓക്കെ, രണ്ടാമത്തെ നോക്കൂ, റിസൾട്ട് ദിവസ് കി, അതായത് റിസൾട്ട് വന്ന ദിവസം. രണ്ടുപേർക്കും വളരെയധികം ടെൻഷനാണ്, കാരണം 5ാം ക്ലാസ് വരെയുള്ള ആ സ്കൂളിൽ അല്ലെ. 6ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും വേറെ വേറെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് അന്നത്തെ ദിവസം ബേല എങ്ങനെയൊക്കെ ആയിരിക്കും തന്റെ ഡയറി എഴുതിയിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്?
ആദ്യം ഒരു ബോക്സിൽ വേണം ഡയറി എഴുതാൻ. പിന്നെ ദിവസവും അതുപോലെ ഡേറ്റും ഉറപ്പായിട്ടും എഴുതണം അല്ലേ? നോക്കൂ, ആജ് 5वीं कक्षा के रिजल्ट का दिन था. ഇന്ന് 5ാം ക്ലാസ്സിലെ റിസൾട്ടിന്റെ ദിവസമായിരുന്നു. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടും ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെച്ച ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ്? ആജ് കാ ദിൻ മേ കൈസേ ഭൂലു എന്നുള്ളതാണ് അല്ലേ? നമുക്ക് അത് കൂട്ടിച്ചേർത്ത് കൊടുക്കാം. ആജ് കാ ദിൻ മേ കൈസേ ഭൂലു. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങളിലേക്ക് കടക്കുക. ആജ് 5वीं कक्षा के റിസൾട്ട് കാ ദിൻ താ. ഇന്ന് 5ാം ക്ലാസ്സിലെ റിസൾട്ടിന്റെ ദിവസമായിരുന്നു. മേ ഓർ സാഹിൽ പാസ് ഹോ ഗയേ. ഞങ്ങൾ രണ്ടുപേരും എന്താണ്? പാസ്സായിട്ടുണ്ട്. മേ ബഹോത് ഖുഷ് ഹൂം. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. സാത് സാത് ദുഃഖ് ഭി. കൂടെ എനിക്ക് എന്തുകൊണ്ട്? വിഷമമുണ്ടല്ലേ? ക്യോങ്കി മേ കൽ സേ സാഹിൽ സേ മിൽ നഹി പായേഗി. എനിക്ക് നാളെ മുതൽ എന്താണ്? സാഹിലിനെ എനിക്ക് കാണാൻ സാധിക്കില്ല. അഗലേ സാൽ വ അജ്മേർ ജായേഗ. അടുത്ത വർഷം എന്താണ്? അവൻ അജ്മേറിലേക്ക് പോവുകയാണ്. ഉസേ ഘർ സേ ദൂർ ഏക് ഹോസ്റ്റൽ മേ അക്കേലാ രഹ്കർ പഠനാ പടേഗ. അവനെന്താ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാനാണ് പോകുന്നത്. ആജ് തക് കിത്നി ഖുഷി ഥി. ഇന്ന് വരെ എന്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ബാരിഷ് കെ മൗസം മേ സാഹിൽ കെ സാത്ത് ബീർ ബഹൂട്ടിയോं को खोज कर कितने बिताए. ബാരിഷ് കെ മൗസം എന്താണ്? മഴക്കാലം അല്ലേ? ഈ മഴക്കാലത്ത് സാഹിലിന്റെ കൂടെ ബീർ ബഹൂട്ടികളെ തിരഞ്ഞു നടക്കാൻ എന്തൊരു രസമായിരുന്നു. കൽ സേ കിത്തനെ സാത്ത് ലങ്കടി ഢാങ്കേലു. ഞാൻ ആരുടെ കൂടെ ഇനി അടുത്ത വർഷം മുതൽ ലങ്കടി ഡാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റക്കാലിൽ നിന്നിട്ടുള്ള ആ ഒരു കളി ഞങ്ങൾ കളിക്കും. ജാത്തേ സമയ ഉസ്കി ആംഖേം ലാൽ ധി. പോകുന്ന സമയത്ത് അവന്റെ കണ്ണുകൾ എന്താണ്? ലാൽ എന്താണ്? ചുവപ്പ് അല്ലേ? ചുവന്ന നിറത്തിലുള്ളതായിരുന്നു. और उसमें पानी भर गया था. അതിൽ വെള്ളം നിറഞ്ഞിരുന്നു. मेरा विश्वास है कि वह भी दुखी है. ഞാൻ വിശ്വസിക്കുന്നു എന്ത്? അവനും വളരെയധികം ദുഃഖത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്യോങ്കി ഹമാരി ദോസ്തി ഉത്തനി സഖ്ത് ഥി. കാരണം ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെയധികം എന്താണ്? ശക്തമായിരുന്നു എന്നാണ് ഇവിടെ ബേല പറയുന്നത്. ഈ സംഭവം, ഈ ഡയറി ഇതേപോലെ തന്നെ എന്താണ്? ബേലയുടെ പേര് മാറ്റിയിട്ട് ഇവിടെ സാഹിലിനെ കുറിച്ചാണ് ബേല പറയുന്നത് അല്ലേ? അവിടെ എന്താണ്? ബേലയെ കുറിച്ച് സാഹിൽ പറയുന്ന പോലെയും ഇതേ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ഡയറി പഠിച്ചാൽ മതി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത നോക്കാം. आपके स्कूल में बीर बहूटी का कहानी का मंचीकरण होने वाला है. നിങ്ങളുടെ സ്കൂളിൽ എന്ത് നടക്കാൻ പോവാണ്? ബീർ ബഹൂട്ടി എന്ന കഥയുടെ മഞ്ചീകരൺ നാടകമായിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. നീച്ചേക്ക് സൂചനാവും സേ ഏക് പോസ്റ്റർ തയ്യാർ കീജിയേ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്. ഇതൊക്കെയാണ് സൂചനകൾ. എന്തൊക്കെയാണ്? കഹാനി കാ മഞ്ചീകരൺ, മൂൽ കഥാ പ്രഭാത് അല്ലേ? ഇതൊരു പോയിന്റ് ആണ്. സബ്കാ സ്വാഗത്, എല്ലാവരെയും ക്ഷണിക്കണം. എന്താണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്? ബീർ ബഹൂട്ടി ആണ്. അപ്പൊ നോക്കൂ, ദോ ബച്ചോं की दोस्ती की कहानी, ഇതൊക്കെയാണ് ഹിൻസ്. ഈ ഹിൻസ് ഒക്കെ വെച്ചിട്ട് ഒന്നുകിൽ ഇതുപോലെ തന്നെ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ നോക്കൂ, സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ, ഡേറ്റും അതുപോലെ തന്നെ അങ്ങനെ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് അറിയാലോ പോസ്റ്റർ എഴുതേണ്ട കാര്യങ്ങളൊക്കെ, അതിലൊരു ഫോർമാറ്റ് അറിയാലോ. അപ്പൊ ഇതൊക്കെയാണ് അതിൽ വേണ്ട പോയിന്റ്സ്. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കൂ, ഫുലേര ഗാവ് മേ ഉച്ച ശിക്ഷ കേ ലിയേ സുവിധായേം നഹി ഹേ. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. നോക്കൂ, ഫുലേര ഗാവ് മേ ഉച്ച ശിക്ഷ കേ ലിയേ. ഫുലേര ഗ്രാമത്തില് ഉച്ചശിക്ഷ, അതായത് തുടർ വിദ്യാഭ്യാസത്തിന് എന്തില്ല? സുവിധായേം നഹി ഹേ, ഒരു തരത്തിലുള്ള സുവിധകളും ഇല്ല. ഇസ് വിഷയ കെ ആധാർ പർ സമാചാർ തയ്യാർ കരേ, സമാചാർ റിപ്പോർട്ട് തയ്യാർ കരേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫുലേര ഗാവ് മേ ഉച്ച ശിക്ഷ കി സുവിധായേം നഹി, ഇതാണ് മെയിൻ ഹെഡിങ്. ഓക്കെ, അപ്പൊ നമുക്ക് പത്രവാർത്തയിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം എഴുതേണ്ട പോയിന്റ് എന്താണ്? അതായത് ദിവസം എഴുതണം അല്ലേ? അപ്പൊ നമുക്ക് രവിവാർ എന്ന് എഴുതി കൊടുക്കാം. രവിവാർ. ഡേറ്റ് നമുക്ക് ജസ്റ്റ് വെറുതെ ഒരു ഡേറ്റ് എഴുതി കൊടുക്കാം. ഓക്കെ, സ്ഥാൻ, എവിടെയാണ് സ്ഥാൻ?
നോക്കൂ, ഇവിടെ സ്ഥാൻ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഫുലേര ഫുലേര എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഫുലേര ഗാവ് മേം ഉച്ച ശിക്ഷ കേ ലിയേ സുവിധായേം നഹീ ഹെ. ഫുലേര എന്ന ഗ്രാമത്തില് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഒരു തരത്തിലുള്ള എന്തുമില്ല, സുവിധകളുമില്ല, സംവിധാനങ്ങളുമില്ല. യഹാം സിർഫ് ഏക് പ്രൈമറി സ്കൂൾ ഹെ. ഇവിടെ ഒരു പ്രൈമറി സ്കൂൾ മാത്രമേ ഉള്ളൂ. വ പാഞ്ച്വീം തക് ഹെ. അത് 5ാം ക്ലാസ് വരെയുള്ളതാണ്. ഉച്ച ശിക്ഷ കേ ലിയേ യഹാ കെ ലോഗോं को दूसरे स्थानों पर जाना पड़ता है. എന്താണ്? അതെ, തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കുട്ടികൾ വേറെ ഒരു സ്ഥലത്തേക്ക് തന്നെ മാറി പോകണം. യഹാം സേ ദൂസരെ സ്ഥാൻ ജാനെ കെ ലിയേ ഗാഡിയാം കി സുവിധായേം ഭി നഹി ഹെ. ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാഹന സൗകര്യവും ഇവിടെ ഇല്ല. ഫുലേരാക്കെ അധിക് ലോഗ് കിസാൻ ഹെ. ഇവിടുത്തെ അധികം ആളുകളും കർഷകരാണ്. ഉൻകോ അപ്നെ ബച്ചോं को दूरी पर भेजने की संपत्ति भी नहीं है. അവർക്ക് തന്റെ കുട്ടികളെ ദൂരെ വിട്ട് പഠിപ്പിക്കാനുള്ള സമ്പത്തും അവരുടെ കയ്യിലില്ല. ये बात शासकों को समझाई तो भी उनकी ओर से कोई कार्यवाही नहीं किया है. ഇത് എല്ലാവരും അധികാരികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും എന്താണ്, വേണ്ട വിധത്തിലുള്ള ഒരു തീരുമാനങ്ങളും അവർ ഉണ്ടാക്കിയിട്ടില്ല. ആ ഫുലേര കെ ലോഗ് മുഖ്യമന്ത്രി और शिक्षा मंत्री को निवेदन करने जा रहे हैं. എന്താണ്, ഇനി ഇവരൊക്കെ കൂടെ നിവേദനം അയക്കാൻ വേണ്ടി പോകുകയാണ്. ലോഗോं का विश्वास है कि ആളുകളുടെ വിശ്വാസം ഇതാണ്, इस निवेदन से शासक लोग ആവശ്യക കാര്യവായി ലേങ്കെ. ഈ നിവേദനത്തിലൂടെ അവരുടെ ആവശ്യകതകളൊക്കെ നിറവേറ്റി കൊടുക്കുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ജറൂർ യഹാം ഉച്ച ശിക്ഷാക്കി ആവശ്യക് സുവിധായും ദേനി ചാഹിയെ. അതായത് അവർക്ക് ഉറപ്പായിട്ടും ഈ ആവശ്യകതകളൊക്കെ നേടിക്കൊടുക്കണമെന്നാണ് പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അടുത്ത ചോദ്യം നോക്കാം. ടിപ്പണി ലിഖേ. എന്താണ്? സച്ചി മിത്രത പർ ടിപ്പണി ലിഖേ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ 2 മാർക്കിന് ഒരു ചോദ്യം വരികയാണെങ്കിലും 4 മാർക്കിന് ചോദ്യം വരികയാണെങ്കിലും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം നമുക്ക്. ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻ മാത്രം പഠിച്ചാൽ മതി. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവൻ മേ ദോസ്തി കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹെ. ജീവിതത്തിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം മഹത്വപൂർണമായിട്ടുള്ള സ്ഥാനമുണ്ട് അല്ലെ? 2 വ്യക്തികൾ തമ്മിലുള്ള ആത്മസംബന്ധമാണ് ദോസ്തിയുടെ ആധാരം. ദോ വ്യക്തിയോं के बीच का ആത്മസംബന്ധ് ദോസ്തി കാ ആധാർ ഹെ. ഈ 2 പോയിന്റ് കിട്ടിയല്ലോ. നോക്കൂ, ഏ കഹാവത് ഹെ. ഒരു പറച്ചിലുണ്ട്. എന്താണ് ആ പറച്ചില്? യദി ആപ്കാ മിത്ര അച്ഛാ ഹെ തോ ആപ്കോ ദർപ്പൺ കി കോയി ആവശ്യകത നഹി ഹെ. നമ്മളെ സുഹൃത്ത് ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട നമ്മൾ പറയാറുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. दोस्तों को चुनते समय हमें बहुत सतर्क रहना चाहिए. ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ക്യോങ്കി കുച്ച് ലോഗോं की मित्रता सच्ची नहीं होती. കാരണം എന്താണ്, ചില ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അസലി ദോസ്തി മേ ഏക് ദൂസരെ കോ പൂർണ്ണ രൂപ സേ ജാൻതാ ഹെ. ശരിയായ ഫ്രണ്ട്ഷിപ്പിൽ എന്താണ്, ഒരാൾക്ക് മറ്റൊരാളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്നി ബാത്തേ ബിനാ കോയി ഹിചക് സേ ദൂസരെ സേ ബാൻതേ ഹെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു തരത്തിലുള്ള എന്താണ് ഒരു ഡിലേയും ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുണ്ടാകും. സച്ചാ മിത്ര മിൽന ബഡേ സൗഭാഗ്യ കി ബാത് ഹോത്തി ഹെ. ശരിക്കും ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളത് എന്താണ്, വളരെയധികം നല്ല ഒരു സൗഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സച്ചാ മിത്ര കിസി ബി ആപത്തി മേ അപ്നെ മിത്ര കോ ചോഡ് കർ നഹി ജാതാ. എന്താണ്, ശരിയായ ഒരു സുഹൃത്ത് നമ്മളെ വിട്ടിട്ട്, നമ്മളൊരു പ്രശ്നത്തിലാണെങ്കിൽ നമ്മളെ വിട്ടിട്ട് ഒരിക്കലും പോവത്തില്ല. വേ സുഖമേ ഹോയാ ദുഃഖമേ സാത്ത് രഹത്തെ ഹെ. സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ഒക്കെ അവര് കൂടെ തന്നെ ഉണ്ടാകും. സച്ചി മിത്രതാമേ ജാതി ധർമ്മ ആദി കിസി ബി ഭേദഭാവ് കി ഭാവന നഹി ഹോത്തി. ജാതിപരമായിട്ടുള്ളോ ധർമ്മപരമായിട്ടുള്ളതോ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും റിയൽ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവത്തില്ല. സച്ചേ മിത്രോം സേ അലഗ് ഹോന ബഹോ ദുഃഖദായക് ഹോത്താ ഹെ. ശരിക്കും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മാറി നിൽക്കുക, എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റിപ്പോവുക, ഇതൊക്കെ വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. സമാജ് മേ ജീനെ കെ ലിയേ അച്ചി ദോസ്തി ബഹോ സഹായക് ഹോത്താ ഹെ. നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ എന്താണ്, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും അനിവാര്യമാണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ സാഹിലിന്റെയും ബേലിയുടെയും കഥ പഠിച്ച പ്രഭാത് എഴുതിയിട്ടുള്ള ബീർ ബഹൂട്ടി എന്ന പാഠം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ലൈവിൽ കാണാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.